ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെറ്റ് ഫാബ്രിക്കിൻ്റെ ഒരു ബോ വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡുമായിട്ടാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ തുണികൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 തരം തുണികളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നെറ്റിൻ്റെ തുണിയും മറ്റേത് കോട്ടൻ്റെ പീസുമാണ് എടുത്തിട്ടുള്ളത്. നെറ്റിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് 30 ഇഞ്ചുമാണ്. ഇനി ഗോൾഡൻ കളറുള്ള ഒരു കോട്ടൺ പീസാണ് വേണ്ടത്. ഇതിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചോളമാണ് എടുത്തത്. പക്ഷേ 2 സൈഡ് മടക്കി തയ്ച്ച് കഴിഞ്ഞപ്പോൾ 2 ഇഞ്ചാണ് ഉള്ളത്. ഈ ഒരു പീസ് ഗോൾഡൻ കളറിൻ്റെ സാറ്റിൻ പീസാണെങ്കിൽ എയർ ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. ഇനി വേണ്ടത് നമ്മുടെ ഹെയർ ബാൻഡ് കവർ ചെയ്യാൻ വേണ്ടി ഗോൾഡൻ കളറുള്ള അതേ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് പറഞ്ഞാൽ നമ്മൾ ഹെയർ ബാൻഡ് അളന്നെടുത്തിട്ട് ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്ത് അളന്നെടുത്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് കണക്കാക്കേണ്ടത്. പിന്നെ സൂചിയും നൂലും വേണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളറിലുള്ള ഈ ഒരു പീസിനെ സെൻറ്ററിൽ നിന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്ന പോലെ 2 സൈഡും കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ട് പോവുക. ഇനി ഇത് നമുക്ക് നൂലിങ്ങനെ പിടിച്ച് വലിക്കാം. ലൂസാക്കി കൊടുത്തിട്ട് വേണം നൂല് വലിക്കാൻ. ഇപ്പോൾ ഇതുപോലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിനെയും ഇതുപോലെ ചെയ്തെടുക്കാം. നെറ്റിൻ്റെ ഈ പീസും സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാൻ. അവസാനം 2 സൈഡിൽ നിന്നുള്ള നൂലും വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കണം. ഇനി സൂചി നൂലും എടുത്തിട്ട് തുന്നി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മുത്ത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിൽ നിന്നും മടക്കിയിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. സൈഡിലൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഹെയർ ബാൻഡിനുള്ള കവർ അടിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിടാം.